തൃശൂർ മച്ചാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കാലപ്പഴക്കമുള്ള കെട്ടിടം പൊളിക്കണമെന്ന ആവശ്യം ശക്തം. 65 വർഷം പഴക്കമുള്ള കെട്ടിടം സ്കൂൾ വിദ്യാർത്ഥികൾക്കും സമീപവാസികൾക്കും ഭീഷണിയാകുകയാണ്. ജില്ലാ പഞ്ചായത്തിന്റെ അനുമതി ഇല്ലാത്തതുകൊണ്ടാണ് പൊളിക്കാത്തത് എന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. സനു കെ സജീവ് ചേരുന്നു. എന്തായാലും നമുക്ക് കൊല്ലം തേവലക്കരയിലെ സംഭവത്തിന് ശേഷം നിരവധി സ്കൂളുകളിൽ നിന്നുള്ള വാർത്തകളാണ് വരുന്നത്. കാലപ്പഴക്കം കൊണ്ട് പല കെട്ടിടങ്ങളും ശോച്യാവസ്ഥയിൽ തന്നെയാണ്. ഇതിനെതിരെ തുടർ നടപടികൾ സ്വീകരിക്കേണ്ട അധികൃതർ മൗനം പാലിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ അടക്കം പൂർത്തിയാക്കണം എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവായി നൽകിയിരുന്നു. പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കുന്നതിനോ അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നതിനോ ഒരു സംവിധാനവും ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ദിവസവും ഒരു സ്കൂൾ കെട്ടിടത്തിൻ്റെ ഓട് തകർന്നു വീണിരുന്നു. കുട്ടികളില്ലാത്തതിനാൽ കഷ്ടിച്ചാണ് ഒരു വലിയ ദുരന്തം ഒഴിവായത്. ഇത്തരത്തിൽ പല സർക്കാർ സ്കൂളുകളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. പക്ഷേ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധ വരുമ്പോൾ മാത്രമാണ് ചെറുതായെങ്കിലും ഒരു നടപടികളിലേക്ക് കടക്കുന്നത്. പക്ഷേ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ള സാഹചര്യവും വിദൂരമല്ല. എത്രയൊക്കെ തവണ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയാലും അധികൃതർ യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് നാട്ടുകാരും പറയുന്നത്. തൃശൂർ മച്ചാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കാലപ്പഴക്കമുള്ള കെട്ടിടത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ കാലപ്പഴക്കമുള്ള കെട്ടിടം പൊളിക്കണമെന്ന ആവശ്യം വളരെ ശക്തമായി തന്നെ നേരത്തെ ഉയർന്നിരുന്നു. പക്ഷേ 65 വർഷം പഴക്കമുള്ള ഈ കെട്ടിടം ഇതുവരെ പൊളിക്കാനോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും രീതിയിലുള്ളൊരു തുടർ നടപടികളിലേക്ക് കടക്കാനോ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. സ്കൂൾ വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം സമീപവാസികൾക്കും ഇതൊരു വലിയ ഭീഷണി കൂടിയാകുകയാണ്. ജില്ലാ പഞ്ചായത്തിന്റെ അനുമതി ഇല്ലാത്തതുകൊണ്ടാണ് പൊളിക്കാത്തത് എന്ന് സ്കൂൾ അധികൃതർ ചില ന്യായീകരണങ്ങളൊക്കെ നടത്തുന്നു.